അല്ല, ഈ ഒരു സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വീട്ടിനകത്ത് നടക്കുന്ന സിനിമയാണ്. അപ്പോൾ എല്ലാ ദിവസവും ആ ലൊക്കേഷനിലേക്ക് തന്നെ പോകുന്നത്. അപ്പോൾ അവിടെ പോവുക, ഷൂട്ട് ചെയ്യുക, തിരിച്ചു വരിക, അത്രയും കുറച്ച് അനുഭവങ്ങളേ ഉള്ളൂ. മനസ്സിലായി. പിന്നെ അതിനകത്ത് എനിക്കുണ്ടായത് വലിയൊരു പേഴ്സണലായിട്ടുള്ളൊരു അനുഭവം എന്ന് പറയുന്നത്, ഞാനും ഗോകുലിനും എന്നും ഒരുമിച്ചാണ് പോകുന്നത്. എല്ലാ ദിവസവും ഒരുമിച്ച് പോകുന്നു, എല്ലാ ദിവസവും ഒരുമിച്ച് തിരിച്ചു വരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-20 ദിവസം കൊണ്ട് ഞങ്ങളൊരു വല്ലാത്തൊരു ഒരു ബോണ്ടിങ്ങിലായി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുമിച്ചിരിക്കും, തമാശ പറയും, ഒരു വല്ലാത്തൊരു സൗഹൃദമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് മാത്രം മനസ്സിലാവുന്ന ഞങ്ങള് ചില ആൾക്കാർ ഒരിക്കലല്ല, ഞങ്ങൾ ചില ആൾക്കാരെ കാണുമ്പോൾ ഞങ്ങൾ മാത്രം ചില കാര്യങ്ങൾ ഒരാളെ കാണുമ്പോൾ ഇതിനെ നോക്കിയാൽ മതി. പലരും ചിരിക്കുന്നതെന്ന് ചോദിക്കും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ ഒരു 10-18 ദിവസം മനസ്സിലുണ്ടായ സന്തോഷം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യം ചെയ്ത് നിൽക്കുന്ന ഒരു അന്തരീക്ഷം, നമ്മൾ ഇഷ്ടപ്പെടുന്ന അല്ലെ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു മേഖലയിൽ നമ്മൾ അവിടെ നിന്ന് വർക്ക് ചെയ്യുമ്പം ആ ഒരു വർക്ക് ചെയ്യുന്നു, അതിൽ നമ്മൾ അതിൻ്റെ ഒരു സംതൃപ്തി, പ്ലസ് അവിടെ ഒരു നല്ലൊരു കൂട്ടുകാരെയും കൂടെ കിട്ടുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അതാണ് എൻ്റെ അനുഭവവും. എൻ്റെ എന്താ ഞാൻ അവിടുന്ന് കൊണ്ടുവന്നത് അതാണ്. നല്ല സുഹൃത്തുക്കളും കുറച്ച് നല്ല നല്ല ദിവസങ്ങൾ. ഈ സിനിമ ഇത് കഥ നടക്കുന്ന പരിസരം എന്ന് പറയുന്ന ഒരു വീടാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഈ സിനിമയുടെ ഒരു 16 ദിവസവും ആ വീട്ടിൽ തന്നെ ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഏകദേശം ആ വീട് ഞങ്ങളുടെ ഒരു വീടായി മാറിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മാത്രമുള്ള അവിടുത്തെ വീട്ടുകാരും ഞങ്ങളുടെ ബന്ധുക്കളായി മാറി. അല്ലെങ്കിൽ അത്രയും സ്വാതന്ത്ര്യവും സ്നേഹബന്ധത്തിലുമായി. ആ വീട്ടിലെ ചേട്ടൻ ഞങ്ങളോട് ചോദിക്കും, ടോയ്ലറ്റിൽ ഒന്ന് പൊയ്ക്കോട്ടെ, ഒന്ന് ഇറങ്ങാമെങ്കിൽ ഞങ്ങൾക്ക് ഒന്ന് പോകാമായിരുന്നു. ശരി, ഭയങ്കരമായിട്ട് സഹായിച്ചു. നമ്മള് അവരുടെ ഭയങ്കര സ്നേഹമുള്ള ഭയങ്കരമായിട്ട് നമ്മുടെ ബന്ധുക്കളെ പോലെ തന്നെയാണ് അവർ പെരുമാറിയത്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒരു അനാവശ്യമായ ഒരു സോക്കോൾഡ് സിനിമ നടക്കുന്ന സ്ഥലത്തുള്ള ഒച്ചകളോ ബഹളങ്ങളോ ഞങ്ങളുടെ സിനിമയിൽ ഉണ്ടായിട്ടില്ല. എപ്പോഴൊക്കെ മനോഹരന്റെ ഒരു പൊട്ടലും ചെല്ലും കേൾക്കാം. പിന്നെ കുറച്ച് കഴിയുമ്പോൾ വലിയ ആരെയൊക്കെ കരയുന്നത് കേൾക്കാം. ആരെയൊക്കെ കരയുന്നത് കേൾക്കാം. ഇത് ആരാവും നമുക്കറിയാൻ മേലെ, നമ്മൾ പുറത്തിരിക്കുക. അതൊഴിച്ചാൽ നമ്മുടെ ലൊക്കേഷനിൽ ഇപ്പൊ ക്യാമറാമാൻ സൈലന്റ് ആണ്. ലൈറ്റ് വെക്കുന്നതിന് നമ്മൾ പോലും അറിയില്ല. ഹരി കൂളാണ്. അതെ, ലൈറ്റ് എവിടെ വെക്കണമെന്ന് പോലും നമ്മൾ അറിയില്ല. അത് വെച്ചിട്ടുണ്ടോ? ഞാനാണെങ്കിൽ അങ്ങനെ ഒച്ചയും ബഹളമൊന്നും ഉണ്ടാക്കാൻ നടക്കില്ല. ആക്ഷനും കട്ടും മാത്രം മിക്കപ്പോഴും നൈറ്റ് ആയിരിക്കും ഷൂട്ട്, പകല് ഷൂട്ട് കുറവ്. എത്ര ദിവസം നൈറ്റ് ഉണ്ടായിരുന്നു? 6 ദിവസം ഫുൾ നൈറ്റ് ആയിരുന്നു. ഈവനിങ് ഒരു 6 മണി മുതൽ പുലർച്ചെ 6 മണി വരെ. അത് നല്ല ഫണ്ണായിരുന്നു. എന്റെ ഫാമിലിയെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. നമ്മളങ്ങനെ സാധാരണ ഫാമിലി ഒന്നും കൊണ്ടുപോകും. അതാണ് പറയാൻ വന്നത്. അപ്പൊ ഈ വീട് നമ്മൾ ആ വീട്ടിലെ ആൾക്കാരെ പോലെ തന്നെ ജീവിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത് ആ വീട് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട് നമുക്ക് ഭയങ്കര പ്ലസ് ആയിരുന്നു. ഈ സിനിമയുടെ ഏറ്റവും പ്ലസ് എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ തന്നെയാണ് ആ വീട്. അപ്പോൾ ആ വീട് ഒരുപാട് അലഞ്ഞിട്ടാണ് ഞാനും ക്യാമറമാനോട് കുറേ വീടുകൾ കണ്ടു, എന്നിട്ടാണ് അവിടെ എത്തിപ്പെട്ടത്. പക്ഷേ ഈ സിനിമയ്ക്ക് ആപ്റ്റായ ഒരു വീട് കിട്ടി, പരിസരം കിട്ടി എന്നുള്ളതൊക്കെയാണ് ഏറ്റവും വലിയ ഗുണമായിട്ട് സിനിമയ്ക്ക് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ കൂടുതൽ എന്താ പറയുക, മറ്റെനിക്ക് തോന്നുന്നത് വളരെ കുറച്ച് സിനിമകൾക്ക് ഇങ്ങനത്തെ ഒരു ബോണ്ടിങ് ഉണ്ടാവുള്ളൂ. കാരണം ഒറ്റ ലൊക്കേഷൻ, 3 ആർട്ടിസ്റ്റുകൾ, ഞങ്ങൾ മാത്രം, ഇത്രയും ദിവസം, ലിമിറ്റഡ് ക്രൂ ആയിരുന്നു. നല്ല രസമായിട്ടാണ്. പിന്നെ അത് സിനിമയ്ക്ക് ഗുണം ചെയ്തിട്ടുണ്ട് ഭയങ്കരമായിട്ട്. വീട്ടിലെ ആൾക്കാർ ഇപ്പോഴും നമ്മളോട് സിനിമയുടെ എന്ന് ഇറങ്ങുന്ന അവര് നമ്മളെക്കാളും ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. അല്ല, ചോദിക്കും എന്താ ഇത് റിലീസ്, അതിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന അത് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെക്കുന്ന ഒരു വീടാണ്. പഴയ ഒരു ക്രിസ്ത്യൻ ഫാമിലി, കാഞ്ഞിരപ്പള്ളി സൈഡിലെ ഐരാറ്റുപേട്ട അതുപോലെ വെച്ച വീട്. നമ്മളത് ആ വീടിന്റെ അകത്ത് ഞാൻ പറഞ്ഞ ഒരു ദിവസം, സാർ നമ്മൾ ഈ വീടിന്റെ അകത്തൊന്ന് കുഴിക്കുന്നുണ്ടേ. കുഴിയോ വീടിന്റെ അകത്തോ? ഒരു ഇങ്ങനെ ഒരു സാധനം ഉണ്ട്. അപ്പൊ അത് കുഴി എടുത്താലേ ശരിയാവുള്ളൂ. അപ്പൊ കുഴിയൊന്നും എടുക്കാൻ പറ്റില്ല. അയാൾ ആകെ ഇതായി പോയി പുള്ളി.